ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മലാക്കി പ്രവാചകന്റെ പുസ്തകം ഒന്നൂടെ വായിക്കും. പീന സിസ്റ്ററെ, ഷേർലി സിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കും. എനിക്കിതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അത് മൊബൈലെടുക്കുമ്പോഴത്തേനും അവിടെ ഇത് പോകുന്നു, നെറ്റ് പോകുന്നു. ഹല്ലേലൂയ. കേൾക്കാമോ? മലാഖി 4:5-6. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ആമേ. അപ്പൊ ഏലിയാവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏലിയാവിന്റെ ആത്മാവോട് യോഹന്നാൻ നമുക്ക് സ്നാപക യോഹന്നാൻ വന്നതാണ്. ഹല്ലേലൂയ. അപ്പം ഇനിയും ഏലിയാവിന്റെ ആത്മാവ് ഹല്ലേലൂയ വീണ്ടും വരുമെന്ന് നമുക്കറിയാം. എപ്പോഴാ? കർത്താവിന്റെ വരവിന് മുമ്പ്. ഹല്ലേലൂയ. ആമേ. അല്ലെ ഈ അന്ത്യകാലത്ത് വീണ്ടും വരും. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്ന കാര്യം, അപ്പൊ ഏലിയാവിന്റെ ആത്മാവോട് സ്നാപക യോഹന്നാൻ വന്നു. ഹല്ലേലൂയ. സ്നാപക യോഹന്നാണോ വലിയത്, ഏലിയാവാണോ വലുത്? ഹല്ലേലൂയ. കാരണം ഏലിയാവ് ആകാശത്ത് ഇറക്കി ഹല്ലേലൂയ പ്രവാചകന്മാരെയൊക്കെ വെട്ടിക്കൊന്ന് ഹല്ലേലൂയ ആമേ വലിയ മിനിസ്ട്രി ഒക്കെ ചെയ്തു. യോഹന്നാൻ വന്നിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വഴി ഒരുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ യോഹന്നാനാണോ വലുത്, ഏലിയാവാണോ വലുത്? ആരായിരുന്നു ശക്തി അല്ലെ വലിയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ? ആൻസർ പറഞ്ഞത് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളിൽ ജനിച്ചവൻ സിംഹനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ആമേൻ ഹല്ലേലൂയ 15. മത്തായിയുടെ സുവിശേഷം 11:11 അല്ലേ വായി. മാത്യു 11:11. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകനെ കാട്ടി അല്ല, സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനെ കാട്ടി വലിയവൻ ആരുമില്ല. അപ്പം ഏലിയാവ് മോശെ, അബ്രഹാം എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയൊക്കെ വലുതാണ് ഈ സ്നാപക യോഹന്നാൻ എന്ന് ദൈവത്തിന്റെ വചനം തന്നെ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം യോഹന്നാൻ തന്നെ വലിയവൻ അല്ലേ? അടുത്ത തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ പറഞ്ഞേക്കുന്നു, പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനെക്കാട്ടി വലിയവൻ അല്ലേ? അപ്പം നമ്മൾ യോഹന്നാനെക്കാട്ടി വലിയവരാണോ വെച്ചാൽ ആണ്. ഒരു സംശയം വേണ്ട. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടേ? ഹല്ലേലൂയ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ. മോശയാണോ വലുത്, നമ്മളാണോ വലുത്? ഹല്ലേലൂയ. മോശ എത്ര പേരെ പുറപ്പെടുവിച്ചു? ഈ വാക്യം വെച്ച് നോക്കിയാൽ നമ്മൾ തന്നെ വലുത്. ഈ വാക്യം വെച്ച് നോക്കിയാൽ നമ്മൾ തന്നെയാ വലുത്. ഓക്കെ. മോശയുടെ മേലുണ്ടാകുന്ന അഭിഷേകം എന്തായിരുന്നു? പോട്ടെ. അബ്രഹാമിന്റെ അഭിഷേകം എന്തായിരുന്നു? അബ്രഹാമാണോ വലുത്, നമ്മളാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വലുത്. സ്ത്രീകൾ ജനിച്ച് യോഹന്നാനെക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷെ യോഹന്നാനെക്കാട്ടി വലിയവരാ നമ്മളെങ്കിൽ അബ്രഹാമിനെക്കാട്ടി വലിയവരാണെന്ന് വെച്ചാൽ നമ്മളാണ് വലുത്. ഓക്കെ. അബ്രഹാമിന്റെ മേലുള്ള അഭിഷേകം എന്തായിരുന്നു? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് ബഹുസമ്പന്ന ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഹുസമ്പന്നത അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി ആരുടെ മേലുണ്ടായിരുന്നു? അബ്രഹാമിന്റെ മേൽ. അബ്രഹാമിന്റെ എത്രയുണ്ടായാലും അബ്രഹാം കൂടാരങ്ങളിലെ വസിച്ച. പക്ഷെ എന്നിരുന്നാലും വേദപുസ്തക പ്രകാരം ഏറ്റവും അനുഗ്രഹം ലഭിച്ച വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള വ്യക്തി അബ്രഹാം ആണെങ്കിൽ അബ്രഹാമിന്റെ മേലുണ്ടാകുന്ന പ്രോസ്പെരിറ്റി ആ അനുഗ്രഹം ആർക്കെന്ന് വെച്ചാൽ നമുക്കുണ്ട്. ഓക്കെ. അടുത്ത ജോസഫിന്റെ മേലുള്ള അനുഗ്രഹം എന്തായിരുന്നു? ഹല്ലേലൂയ. എന്താണ് ജോസഫിന്റെ ഉള്ള അനുഗ്രഹം? ഇങ്ങനെ ജോസഫിനെ കുറിച്ച് പറയുന്നത് പറയൂ ആരെങ്കിലും. ജോസഫ് അനേകർക്ക് എന്ന് പറയാ കളപ്പുരകൾ നിറച്ച് കൊടുത്തു. യോസഫ് ആ രാജ്യത്തെ ഭരിച്ചു. ഇതൊക്കെ യോസഫിന്റെ മേൽ വന്ന അനുഗ്രഹമാണ്. അപ്പം യോസഫിനോട് കൂടെ യഹോവ കൂടെ ഉണ്ടായിരുന്നു. യഹോവ കൂടെ. പക്ഷെ നമ്മളോട് കൂടെയല്ല, നമ്മളിൽ ആണുള്ളത്. ലോകത്തുള്ളവനേക്കാൾ വലിയ നമ്മളോട് കൂടെ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യോസഫിന്റെ മേൽ അനുഗ്രഹം എന്താണ്? അനേകർക്ക് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് യോസഫിന്റെ അടുത്തുണ്ടായത് അല്ലേ? അല്ലെങ്കിൽ
റൂള് ചെയ്യുന്ന അത്രയും പൊസിഷനിൽ നിന്ന് ഭരിക്കുന്ന ഒരു അനുഗ്രഹം യോസഫിന്റെ മേലുണ്ടായിരുന്നു. ഹാലേലുയ. അടുത്തത് മോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഹാലേലുയ, ഏറ്റവും വലിയ പ്രവാചകൻ, ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ച മനുഷ്യൻ. 6 ലക്ഷം പുരുഷന്മാര് മാത്രം ഹാലേലുയ, അല്ലെ 30 ലക്ഷത്തെ, പലരും 30 ലക്ഷത്തിൽ 20 ലക്ഷം എത്രയാകട്ടെ, പുറപ്പെടുവിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വലിയ മോശയെ പോലെ പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ദൈവം തന്നെ പറഞ്ഞേക്കുന്ന വചനത്തെ. അപ്പൊ മോശ അടുമേലുണ്ടായിരുന്ന അഭിഷേകം എന്താന്ന് മനസ്സിലായി. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാം, ജോസഫ്, മോശെ, നീ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അടുത്തൊരു പ്രവാചക തലത്തിലേക്ക് വരുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു പ്രാർത്ഥിച്ച് തീ ഇറക്കിയ പ്രവാചകനാണ് ഏലിയാവ്. അപ്പൊ ഏലിയാവ് അംബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ വെട്ടി കളഞ്ഞ ഏലിയാവ്. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം എന്തായിരുന്നു? അതിന്റെ ഇരട്ടി അഭിഷേകം ആരുടെ മേൽ വന്നു? ഏലീശയുടെ മേൽ വന്നു. ഹാലേലുയ. ഏലീശ ആണ് ഏലീശയോടാണ് ഇശബേലിന്റെ ശക്തികളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാലേലുയ. അപ്പൊ യേഹൂ ആണ് ഇസബേലിന്റെ ശക്തിയെ തള്ളി താഴെ ഇടുന്ന വാക്ക് പുറപ്പെട്ട് തള്ളി തപ്പി യേഹൂവിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം. ഹാലേലുയ. അപ്പൊ ഈ അഭിഷേകം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ഒക്കെയും വലിയവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഈ വചനപ്രകാരം നമ്മളാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, ആരുടെ അഭിഷേകമാണെന്നറിയാവോ? യേശുവിന്റെ അഭിഷേകം. യേശു കർത്താവിന്റെ അഭിഷേകമാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതെങ്കിൽ ഇവരുടെ എല്ലാവരുടെ മേൽ വ്യാപരിച്ചതിനെക്കാട്ടി വലിയ അഭിഷേകം, അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരെ കാട്ടി വലിയവർ ആരാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട വ്യക്തികളെ കാട്ടിയൊക്കെ വലിയവർ നമ്മളാണ്. അപ്പൊ ഈ അഭിഷേകം എല്ലാം ആരിലുണ്ടെന്നറിയാമോ? യേശു കർത്താവിലുണ്ട്. ഈ അഭിഷേകം എല്ലാം അഭിഷിക്തനായി യേശു കർത്താവ്. ക്രിസ്തു എന്ന വാക്കിന് അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ് നമുക്കറിയാം. ഈ അഭിഷേകം ക്യാരി ചെയ്യുന്ന നമ്മൾ ഹാലേലൂയ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രോസ്പെരിറ്റി നമ്മുടെ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ വായ്പ വാങ്ങിയില്ല, അനേകർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ രാജ്യങ്ങൾക്ക്, ജാതികൾ എന്താ പ്രശ്നം എന്നറിയാം? യശയാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കാത്തതാണ് കുഴപ്പം. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല നമ്മളിലുള്ള അഭിഷേകം. നമ്മളിപ്പോഴും മോശയും ഏലിയാവിനെയൊക്കെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പ്രസംഗിക്കുമ്പം നമുക്ക് ദാനിയേൽ ഇവരൊക്കെ നോളജ്, വിസ്റ്റം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മൾ ഭയങ്കര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കണക്ക്. പക്ഷേ ഇതെന്നെക്കാട്ടി ഒക്കെ വലുത് നമ്മളിരിക്കും, നമ്മൾ തിരിച്ചറിയാതെ. ഇനി നമുക്ക് ഈ അഭിഷേകം വല്ലതും പകരപ്പെട്ട് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിന്റെ ആ ശക്തിയാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്, നിങ്ങൾ ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർക്കണം. ശക്തി ധരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് പുറപ്പെടാം. ഈ ശക്തി നമ്മുടെ മേൽ വന്നോ? സംശയമുണ്ടോ? ഹോളി സ്പിരിറ്റിൽ അനോയിന്റിങ് കിട്ടിയ ആൾക്കാരല്ലേ ഇരിക്കുന്നതല്ല. അപ്പോൾ ആ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. എപ്പോഴാ നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തത്? എപ്പോഴാ നമ്മളെയൊക്കെ വേർതിരിച്ചത്? ദൈവം വേർതിരിച്ചത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ നമ്മളെയൊക്കെ വിളിച്ച് തെരഞ്ഞെടുത്തതാണ്. യോമനെപ്പേർ ചൊല്ലി വേർതിരിച്ച. നമ്മുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ മേൽ വന്നതാ. ഇനി നമ്മൾ പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുക അല്ല, നമ്മൾ പ്രാപിക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ പകർന്നതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ മാത്രം മതി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, അവരെ ശുശ്രൂഷ ഇവരാ ശുശ്രൂഷ ചെയ്യുന്ന ഹല്ലേലൂയ അല്ല, ഇതിനെക്കാട്ടി എല്ലാം ഹല്ലേലൂയ. നമ്മൾ കൃപാവരങ്ങളൊക്കെ നമ്മുടെ മേൽ വീഴാൻ വേണ്ടിയൊക്കെ എല്ലാ കൃപാവരങ്ങളും അഭിഷേകം നമ്മളെ അനോയിന്റ് ചെയ്യുന്നത് നമ്മളിലേക്ക് അത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്, നമ്മളതിനെ കുറിച്ച് ബോധമില്ലാത്തവരായത് കൊണ്ടാണ് അപ്പൊ നമ്മൾ അബ്രഹാം ഒക്കെ വലിയതാണ്, മോശയാണ് വലുത്, ഏലിയാവാണ് വലുത്, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ
എന്നാ ശുശ്രൂഷയായിരുന്നു ദൈവമേ, ഹാലലി, അതൊക്കെ ഒന്ന് കാണണ്ടല്ലേ ഇതൊക്കെ. പക്ഷേ ഇതിനെക്കാട്ടി ഹാലി ആമൻ വലിയ ശുശ്രൂഷകനായ കർത്താവായ യേശു, ഇതിന്റെയൊക്കെ ദാതാവായ കർത്താവ് യേശു ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളിലുണ്ടെന്ന് പറഞ്ഞു. എഫെസ്യ ലേഖനം ാണ് തോന്നുന്നത് 1-ാം അധ്യായത്തിന്റെ 22-21 വായിച്ച. എഫേഷ്യൻസ് 1:22-21. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു. കാലെവിടെയാ? തലയിലാണോ ശരീരത്തിലാണോ? ഭൂമി സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അപ്പൊ കാലെന്ന് വെച്ചാൽ ശരീരത്തിലല്ലേ, തലയില്. നമ്മുടെ ബോഡിയിൽ കാലെവിടെ ഇരിക്കുന്നത്? തല, ശരീരം. അപ്പൊ യേശു കർത്താവിന്റെ കാലെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ യേശു കർത്താവിന്റെ ശരീരത്തിലാണ്. ഈ ശരീരം ആരാന്ന് വെച്ചാൽ നമ്മളാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മളാണ്. അപ്പോൾ ഹാലലിയ ആ കാൽക്കീഴാക്കി വെച്ചെന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ കാൽക്കീഴാക്കി വെച്ചെങ്കിൽ യേശു ശരീരമാകുന്ന സഭയുടെ കാൽക്കീഴാക്കി വെച്ചിരിക്കുക. എന്താ? സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കിയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാ? മുമ്പേ വായിച്ച കണക്ക് സകല വാഴ്ചയും, സകല അധികാരവും, സകല ശക്തി, സകല കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളത്. ഹാലലിയ, ആമീൻ. ഇതെല്ലാം ആർക്ക്? അപ്പൊ അതോട്ട് ഞാൻ പറഞ്ഞ നമ്മൾ ഏലിയാവിന്റെ മേൽ ഭയങ്കര ഇതായിരുന്നു, മോശയുടെ മേൽ ഇതായിരുന്നു പറയുമ്പം ഇതെല്ലാം കൊടുത്ത ദാതാവായ യേശു കർത്താവിന്റെ അധികാരത്തെ കാണിക്കുന്നത്. ഈ അധികാരം യേശു കർത്താവ് ആർക്ക് കൊടുത്തിരിക്കുന്നു ചോദിച്ചാൽ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക്. ഈ ശരീരമാകുന്ന സഭ ഇപ്പൊ ഈ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളൊക്കെ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെയും കാൽക്കീഴിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ബോധമില്ലായ്മ മാത്രമാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. ബോധമില്ലായ്മ. അപ്പൊ നമുക്കുണ്ടാകേണ്ട കാര്യം എന്താന്ന് വെട്ടെ, ഉപവാസമോ പ്രാർത്ഥനയോ ഇനി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലല്ല, വെളിപ്പാട് ഉണ്ടായിട്ട് ഈ റെവലേഷൻ നമ്മളിൽ വന്നിട്ട് നമ്മളെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്കുണ്ടാകേണ്ട വിശ്വാസി നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുക. നമ്മളെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയൻ എന്നാണ്, അല്ലേ? ആത്മീയൻ എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാൽ ആത്മാവിൽ ജീവിക്കണം. നമ്മൾ ഇന്ന് പലപ്പോഴും ജീവിക്കുന്നത് എങ്ങനെ? ബുദ്ധിയിലാണ്. ഹാലേലിയ. അപ്പൊ നമ്മുടെ ബുദ്ധി നമ്മളോട് പലതും പറയും. നമ്മുടെ ഹാലേലിയ ശരീരം അതനുസരിച്ച് നടക്കാൻ ശ്രമിക്കും. പക്ഷേ ബുദ്ധിയിലല്ല ആത്മീയം ജീവിക്കേണ്ട, ആത്മാവിലാണ്. എസക്കേട് ഇന്നലെ പറയണ്ടായിരുന്നു ഹാലേലിയ, നമ്മളെ കുറിച്ച് പറഞ്ഞേക്കുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കുമെന്ന. യെശയ്യാപ്രവാചകൻ 60-1 വായിച്ചു കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. നിന്റെ പ്രകാശത്തിൽ എന്താ പറയാ, രാജാക്കന്മാർ നിന്റെ അടുക്കിലേക്ക് വരും. എല്ലാവരും നിന്റെ അടുക്കിലേക്ക് വന്ന് നമുക്ക് തരും. അപ്പം നമ്മള് പറയും അനേക രാജ്യങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം അനുഗ്രഹിക്കും. എന്താ? അബ്രഹാമിന്റെ മേലുണ്ടായിരുന്ന അനുഗ്രഹമൊക്കെ യോസഫിന്റെ മേലുണ്ടായിരുന്ന അനുഗ്രഹമൊക്കെ അങ്ങനെയായിരുന്നു, കൊടുക്കുന്ന അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ അവർക്ക്. അപ്പൊ ഇവിടെ നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ പറയാന്ന് ജർമ്മനിയിൽ പോയപ്പോഴത്തേന് ഹല്ലേലൂയ ഇത് അവിടെ ഒരു ചർച്ച് ചെന്ന് പ്രസംഗിച്ചപ്പോൾ
ചെറിയ അവർ വലിയൊരു ഹോളൊക്കെ എടുത്ത് പ്രസംഗത്തിനും, അപ്പം ദൈവത്തിന്റെ ആത്മാവ് പറയും, നീ ഇവർക്ക് 10,000 പൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് 10,000 പൗണ്ട് അവർക്ക് കൊടുത്തു. ചർച്ച് പണിയാൻ വേണ്ടിയിട്ട്. അവർക്ക് വലിയ കെട്ടിടമൊക്കെ ഉണ്ട് തന്നെ. അതുപോലെ വേറെ ചെന്നപ്പോഴത്തെ അമേരിക്കയിൽ ചെന്നപ്പോ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴത്തേന് അവിടെ കൊടുക്കാൻ പറഞ്ഞു. പറയാം, ഇന്ത്യക്കാരനായ ഞാൻ ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല, നമുക്ക് ആ പാട്ടിൽ ബുദ്ധിമുട്ട് അങ്ങനെ കുറെ ഫോർമാലിറ്റി. പക്ഷേ എന്നെ കൊണ്ട് അനേക രാജ്യങ്ങൾക്ക് ദൈവം കൊടുപ്പിച്ചു. ഇങ്ങോട്ട് വാങ്ങിയല്ല, വിദേശ കറൻസി ഞങ്ങൾക്ക് വരാറില്ല. ഈയിടെ കരണ്ട് എന്തോ ഇൻകം ടാക്സിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവിടെ അവർ മൊത്തം പരിശോധന IB എന്നൊക്കെ വന്ന് പരിശോധിക്കും. പക്ഷേ ഈ നാട്ടിലെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് തന്നെയാണ് അനേക രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ദൈവം തരുന്നത്. എല്ലാവരും ഇങ്ങോട്ട്. അപ്പൊ പല പാസ്റ്റേഴ്സും പറഞ്ഞെന്ന്, ഇന്ത്യക്കാര് ആരും ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല, അവരങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾ ഇന്ത്യ വന്നാലും നമ്മുടെ ഇത് അങ്ങോട്ട് വാങ്ങത്തുള്ളൂ, ഇങ്ങോട്ട് തരത്തില്ല. ആദ്യമായിട്ടത് ഇന്ത്യക്കാരൻ തന്നു. കാരണം നമ്മൾ എല്ലാവരുടെയും വിചാരം എന്താ, നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന. പക്ഷെ അല്ല, ദൈവം നമ്മളെ ആക്കി വെച്ച് അനേക രാജ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ആക്കി വെച്ച്. നമ്മളെപ്പോഴും പറയത്തില്ലേ, വായ്പ വാങ്ങില്ല, കൊടുക്കും. അനേക രാജ്യങ്ങൾക്ക് വാരി വിതറി കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ഹല്ലേലൂയ. കാരണം ദൈവം എന്നോട് പറഞ്ഞത് വാരിക്കൽ ഞാൻ പറഞ്ഞു, അനേക രാജ്യങ്ങൾക്ക് കൊടുക്കുവാൻ തക്കണ സമ്പന്ന എന്നുള്ളത്. അതുപോലെ അനേക മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ തക്കണ സമ്പന്ന. നമ്മൾ സാധാരണ എന്താ ശുശ്രൂഷിക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വാങ്ങാനാ നോക്കും. ഇങ്ങോട്ട് വാങ്ങുന്ന കാലം കഴിയും. കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. കാരണം എല്ലാത്തിനും ഒരു കാലമുണ്ട്. ചിലപ്പോ ഇങ്ങോട്ട് വാങ്ങാനായിരിക്കും നമ്മളെ ആക്കി വെച്ചത്. പക്ഷേ എന്റെ ആഗ്രഹം, ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവം ആ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞതും അനേകർക്ക് കൊടുക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ അന്ന് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കർത്താവെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല എനിക്ക് ദൈവരാജ്യത്തിൽ വിതയ്ക്കാണ്. ഇതിപ്പോ എനിക്ക് തിന്നാൻ കൊടുക്കാനുള്ളതൊക്കെ ദൈവം മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കുന്ന പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വിതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരത്തിൽ തരും ദൈവം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്താ, നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ത്യകാല ഉണർവെന്ന് പറയുമ്പോഴത്തേന് ആ ഉണർവ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയും, ഇതുവരെ അത് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയിട്ടേ. ഞാൻ നേരത്തെ ഞാൻ കണ്ട വെളിപ്പാട്, എനിക്ക് ദൈവം തന്നെ ദർശനമൊക്കെ ഇന്നലെ അവിടെ വീണ്ടും പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പറയും, ഏലിയാവിന്റെ ആത്മാവ് ഏലിയാവുമാരെ എഴുന്നേൽപ്പിക്കുന്ന പറഞ്ഞു. കാരണം ഏലിയാവുമാർക്കുള്ള പ്രത്യേകത എന്ന് പറയാം, ഒറ്റയ്ക്ക് നിൽക്കും. ഹല്ലേലൂയ. ഇസബേലിയ സ്പിരിറ്റിന് ഇസബേലിയ ഊട്ടി വളർത്തിയിരിക്കുന്ന ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കളയുന്ന രീതിയിലുള്ള ആത്മാവോട് എഴുന്നേറ്റ് ചെല്ലുക. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സഭകളിലെല്ലാം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ കാണുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ സകല സഭകളിലും ഇസബേലിയ സ്പിരിറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇസബേലിയ സ്പിരിറ്റിന്റെ പ്രത്യേകത? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം, അല്ലേ, നീ അതിനെ അനുവദിച്ചു കൊടുത്തു എന്നൊരു കുറ്റം പറയാം. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുണ്ട്. പക്ഷേ ഇസബേലിയ സ്പിരിറ്റ് എന്താ ഇസബേലിയ സ്പിരിറ്റിന്റെ പ്രത്യേകത? ഇത് ആര് വാതിർക്കുന്നത്? നമ്മുടെ ഇത് എന്താ പറയാ, കൺവെൻഷൻ ഒന്നല്ല നടക്കുന്നത്, നമ്മുടെ സൂമിൽ ആർക്കും തിരിച്ച് മറുപടി പറയാം ചോദിച്ചു കഴിഞ്ഞാൽ. എന്താ ഇസബേലിയ സ്പിരിറ്റിന്റെ പ്രത്യേകത? ഹല്ലേലൂയ. വിചാരവും മന്ത്രവാദം. വിചാര മന്ത്രവാദങ്ങൾ ചെയ്യുന്ന അത് സംഭവിച്ചു. പക്ഷേ ഇതിനെക്കാട്ടൊക്കെ വലിയ സ്പിരിറ്റ് എന്താന്ന് വെച്ചാൽ ഇസബേലിയ സ്പിരിറ്റ്. ഹല്ലേലൂയ. മ്ലേച്ഛതയുടെ, അഡൽട്ടറിയുടെ, ഹല്ലേലൂയ, ഒരു വ്യഭിചാരത്തിന്റെ പോലത്തെ സ്പിരിറ്റാണ് ഇസബേലിയ സ്പിരിറ്റ്. പല സഭകളിൽ നിന്ന് കയറിയിട്ട് പല ദൈവദാസന്മാരെ തെറ്റിച്ച് കളയുന്ന ഒരു സ്പിരിറ്റാണ്. രണ്ടാമത് വിഗ്രഹങ്ങളെ സേവിക്കുക. എന്താ വിഗ്രഹം ഇന്നത്തെ? പണം, പണം, പണം. പേര് സ്വയം വലുതാകുക. പേര് എന്റെ പ്രൈഡ്. ഇതെല്ലാം ഇസബേലിയ സ്പിരിറ്റ്. ഇന്ന് സഭകൾക്കുള്ളിൽ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയത്. പല സഭകളിലും പല ദൈവദാസന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു. പക്ഷേ അങ്ങനെ തന്നെ പോകുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിനെ വെട്ടണമെങ്കിൽ ആര് വരണമെന്നറിയ? ഏലിയാവിന്റെ ആത്മാവുള്ളവർ വരണം. വേറൊരു വചനഭാഗം, ഞാനത് ഏതാന്ന് ഓർക്കുന്നില്ല, അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പം
അല്ല അതിൽ പറയുന്നുണ്ട് ആമേ ന്യായം നഹൂമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ന്യായം ഈ നീതി ഇല്ലാത്തടത്ത് പാപമുള്ളിടത്ത് വിളിച്ചു പറയാൻ തക്കണം ദേ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വിളിച്ച് അത് അങ്ങനെയുള്ള ഹല്ലേലൂയ ആമേ ആത്മാവുള്ളവർ എഴുന്നേൽക്കുമ്പോൾ വിളിച്ചു പറയുന്നത് നീ ചെയ്യുന്നത് എന്താന്ന് അറിയാവോ തെറ്റാണ്, നീ പോകുന്ന വഴി ശരിയല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ആത്മാവുള്ളവർ എഴുന്നേൽക്കും, മുഖത്ത് നോക്കി എന്താ പറയാ കാര്യം പറയും. അങ്ങനെയുള്ള ശുശ്രൂഷ കിട്ടിക്കാൻ ചെയ്യുമല്ലോ. സെഫന്യ ഒന്നും അല്ലല്ലോ അല്ലേ? കഥം പിന്നെ പറഞ്ഞു മീക്ക. ഓക്കെ, മീക്ക പ്രവാചകന്റെ പുസ്തകം 3:8 വായിച്ചേ. എങ്കിലും ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആമേൻ. സ്തോത്രം. എന്തൊക്കെ പറയാനാ? നിങ്ങൾ ആമേൻ ഹല്ലേലൂയ വാലുള്ള തലയാകും. നിങ്ങൾ ഹല്ലേലൂയ രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടും എന്നൊക്കെയാണോ? അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് ആത്മാവിന് അവരുടെ കുറവുകളെ അല്ലല്ല. പ്രവചനം എന്താ പറഞ്ഞേക്കുന്നത്? മീക്കയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എങ്ങനെ പ്രവചിക്കുന്ന പറഞ്ഞേക്കുന്നത്? എന്ത് പ്രവചിക്കുന്ന പറഞ്ഞേക്കുന്നത്? ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആമേ. അപ്പൊ ആ ആത്മാവുള്ളവർ എന്ത് ചെയ്യുന്നറിയാവോ? ഇത് കാണുമ്പോൾ ഹല്ലേലൂയ. മീക്ക 3:8 വായിച്ചത്. 3:8. അവിടെ ആമേ യഹോവയുടെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുക എന്തിനാന്നറിയാം? ഹല്ലേലൂയ. അവിടെ ന്യായം അപ്പൊ ഇത് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എന്താ പറയാ? നീ ചെയ്യുന്നത് പാപമാണ്. നീ ചെയ്യുന്നത് നീതിയില്ലാത്ത കാര്യം, ന്യായമില്ലാത്ത കാര്യമാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ദൈവം ആത്മാവിന്റെ ശക്തിയും ന്യായവും വീര്യവും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യാക്കോബിനോടും ഇസ്രായേലിനോടും പാപം സ്ഥാപിക്കുന്ന ദൈവം നമ്മൾ അഭിഷേകം എന്ന് പറഞ്ഞേക്കുന്നു. ഹാലേലിയ. അങ്ങനെ നമ്മളെ എഴുന്നേൽപ്പിക്കും. ഹാലേലൂയ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹാലേലിയ മറ്റേ ധർമ്മക്കണ്ണ് പാസ്റ്റർ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ഹാലേലൂയ. അപ്പൊ ഈ ആത്മാവിനെ തന്നിട്ടുള്ള നീ പറയണം. ഹാലേ ഇവിടെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹാലേലിയത് ആയിക്കട്ടെ, എവിടെയാണ് കണ്ടില്ല ഈ മെസ്സേജ് വന്നത്? ജെസബേല് സ്പിരിറ്റ് ഫൈറ്റ് ചെയ്യാൻ സ്ട്രെങ്ത് ഇല്ലാത്തവരിലെ വീണു പോകുന്നത്. വൈ കാൺ ദ മെൻ ഓഫ് ഗോഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇറ്റ്? സ്പിരിറ്റ് വരുമ്പോ കണ്ട് മനസ്സിലാക്കാൻ പറ്റൂല്ലേ? എന്റെ ഡൗട്ടാണ്. ഹല്ലേലൂയ. ഒരാൾ ചോദിച്ച ചോദ്യം. ഹല്ലേലൂയ. യെസ്, സ്പിരിറ്റ് വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും. വശീകരണം ഇന്ന് ഏത് ശുശ്രൂഷകരാകട്ടെ ഞാൻ പറയും ഹല്ലേലൂയ അവരുടെ അടുത്തേക്ക് ശുശ്രൂഷ, പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ അടുത്തേക്ക് ഹല്ലേലൂയ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒത്തിരി 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 നമ്മൾ കേൾക്കാത്ത അറിയാത്ത ഒരുപാട് കഥകൾ ഹല്ലേലൂയ നമ്മൾ ഇവിടെ ഇന്ന് കേരളത്തിന് മണ്ണ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ സ്പിരിറ്റ് വരുമ്പോ എന്തുകൊണ്ട് അവൻ വീണു പോകുന്നു? ചോദ്യം. എന്തുകൊണ്ട് വീണു പോകും? ഒരു കാരണം അവന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയില്ലാത്തതായതുകൊണ്ട് വെച്ചാൽ മറ്റുള്ളവരെ കാട്ടി മത്സര മനോഭാവം മറ്റുള്ളവരെ കാട്ടി അവരുള്ള കയ്പ് പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ പിശാചിന് ഇടം കൊടുക്കൽ എങ്ങനെ കാരണമാകുന്ന വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കയ്പ് നിറച്ചു വെച്ചാൽ മത്സരം നിറച്ചു വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ അസൂയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ, സ്വസ്നേഹം വന്നു കഴിഞ്ഞാൽ, ദിവ്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം വരുമ്പോഴത്തേനും എന്താ ഓരോ ഓരോ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുക. ആർക്കറിയാം? പിശാചിന്. അപ്പൊ ഇവൻ നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും, ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും കാണുമ്പം മോഹം ജനിക്കും. ഹല്ലേലൂയ. ആമേൻ.
അത് പ്രായമുള്ളവരെ കണ്ട് പ്രായമില്ലാത്തവരെ കണ്ടാലും ഹാലേലിയ, ആരെ കണ്ടാലും ഉള്ളിൽ ഹാലേലിയ മോഹം ജനിക്കാൻ. പക്ഷെ നമ്മുടെ ഹൃദയം എപ്പോഴും അതുകൊണ്ടാ പറഞ്ഞേ, ശുദ്ധമാക്കി വെക്കണം. എന്തെങ്കിലുമൊക്കെ വന്നാൽ എന്ത് ചെയ്യണം വെച്ചാൽ അതിനെയൊക്കെ അപ്പൊ തന്നെ കാസ്റ്റ് ഔട്ട് നമ്മൾ ആമെ പുറത്താക്കി കളയണം. ആമെ പുറത്താക്കി കളയാതിനെ വെച്ചുകൊണ്ടിരുന്ന പൗലോസ് പറഞ്ഞ പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പൊ ആരാ ഇടം കൊടുക്കും? പിശാച് തന്നെ വന്ന് കയറുകയല്ല. ഹല്ലേലൂയ. നമ്മൾ ഇടം കൊടുക്കുന്നത് കൊണ്ടാ. ഈ ഇടം കൊടുക്കാൻ അവൻ കയറി നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും, ലീഡ് ചെയ്യാൻ തുടങ്ങും. ഹാലയിലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കേണ്ടുന്ന സ്ഥലത്ത്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടുന്ന സ്ഥലത്ത്, ദുരാത്മാവ് നമ്മളെ നയിക്കുന്നത്. ഞാൻ പറയാം, പലരും തിരിച്ചറിയുന്നില്ലെന്നുള്ള ഏറ്റവും സങ്കടകരമായ വിഷമം. പല പ്രവാചകന്മാരും ഹാലേലിയ ഇന്നും അവരുടെ വിചാരം ഒരു പരിശുദ്ധാത്മാവിലാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അല്ല, അല്ലല്ലേ, ഞാൻ പറയാം, ഞാൻ വിശ്വാസം വന്ന സമയത്ത് എനിക്ക് 2017 എനിക്ക് 2017 കർത്താവ് എന്നെ കാണിച്ചു തന്നെ പലയിടത്ത് പലരെ ഇന്ന് നിൽക്കുന്ന അന്ന് ഇതിനെക്കാട്ടി മിന്നുന്നത് പലരെയും കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞതാ. ഹാലൂയ. ഇവരുടെയൊക്കെ വിചാരം ഇവരിപ്പോഴും ഞാൻ അവരെ ലീഡ് ചെയ്യുന്നെന്ന്. പക്ഷെ അല്ല, ഞാൻ ഇവരിന്ന് മാറി നിന്നിട്ട് കാലം കുറേയായി. കാരണം എന്താ വെച്ചാൽ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് ദൈവം അന്ന് കാണിച്ച പലരെയും കുറിച്ചു. പിന്നീട് പല വാർത്ത, എനിക്ക് ഒത്തിരി പേരൊന്നും അറിയത്തില്ല ഹാലയില്, പക്ഷെ പല വാർത്തകളും നമ്മൾ കേൾക്കാൻ ഇടയായി. പല ഗോസിപ്പുകളും, ഗോസിപ്പ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള്. പക്ഷെ ഇത് കാരണം എന്താന്ന് വെച്ചാൽ അവരെ നയിച്ചുകൊണ്ട് പോകുന്ന പരിശുദ്ധാത്മ അല്ലാതായി. പിശാചിന് നമ്മൾ ഇടം കൊടുക്കാൻ തുടങ്ങും നമ്മുടെ ഹൃദയത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിലേക്ക് മോഹങ്ങൾ വരുത്തില്ല എന്നല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വരും മാനുഷികമായ ചിന്തകളെല്ലാം നമ്മൾ കടന്നു. പക്ഷെ കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ എന്ത് വേണം? ജയിക്കണം. നമ്മൾ എങ്ങനെ ചെയ്യും? ദൈവത്തിന്റെ വചനത്താൽ, യേശുക്കത്തെ രക്തത്താലും സാക്ഷ്യവചനത്താലും നമുക്ക് ജയിക്കാൻ പറ്റും. കർത്താവിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും നമ്മൾ അതിനെ ജയിക്കണം ഓരോ ദിവസവും. എന്താ കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്. മനുഷ്യർ ആത്മാവിനെ നടക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തി നിവർത്തിക്കത്തില്ല. ഇതൊക്കെ ദൈവത്തിന്റെ വചനമല്ലേ. നമ്മൾ മോഹം വരുമ്പോൾ, ആഗ്രഹം വരുമ്പോൾ നമ്മൾ എന്ത് വേണം? പത്രാവശ്യം വചനം ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങാം, ഇത് പറയാൻ തുടങ്ങണം. ഹാലൂയ. പിശാചേ, നിനക്ക് എന്റെ മേലെ യാതൊരു അധികാരമില്ല, അവന് പോ എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ പുറത്താക്കണം. പിശാചിന്റെ ചിന്ത അസൂയ അല്ലേ? കള്ളം പറയുന്നത് പിശാചിന്റെ സ്വഭാവമല്ലേ? ഫോഷ്കിന്റെ അപ്പൻ ചെറിയ കാര്യങ്ങൾക്കാണ് വലിയ, ഞാൻ കുഞ്ഞു കള്ളമല്ലേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. കുഞ്ഞു കള്ളം മതി. ആമേൻ. അത് പറഞ്ഞു തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മള് അതില് കുറച്ച് തുറന്നു വെച്ച് ഇച്ചിരി സ്ഥലം മതി, അവനങ്ങ് കയറി ഒന്നുമില്ല. അപ്പൊ അവന്റെ കൺട്രോളിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, അവൻ നമ്മളെ എങ്ങനെ, എന്താണ് അവൻ നമ്മളോട് പോരാടുന്ന കാര്യം എന്താണെന്നറിയോ? അവനറിയാം നമ്മൾ പവർഫുൾ ആണ്. അപ്പൊ നമ്മളെ എവിടെയെങ്കിലും ഈ പവർ നമ്മളിൽ നിന്ന് പുറത്തു വരാതെ, അല്ലെങ്കിൽ നമ്മളെ കുറ്റം വിധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയിപ്പോ ഓക്കെ, സമ്മതിച്ച് നമ്മളിലേക്ക് പിശാച് വന്ന് എന്തെങ്കിലും മോഹം കൊണ്ടുവന്ന് നമ്മൾ പാപം ചെയ്തു, പിന്നെ പിശാചിന് പാപിയ നമ്മുടെ ഉള്ളിൽ തന്നെ പറയല്ലേ, എനിക്ക് എന്റെ കൃപാവരങ്ങളൊക്കെ അല്ലെ എന്റെ നിന്ന് അഭിഷേകമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് തിരിച്ചു കിട്ടുമോ, ഇല്ല എനിക്ക് എന്നെ ഇനി ദൈവം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കും തോന്നും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ, കർത്താവെ അതൊക്കെ അങ്ങ് പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് പറയും, ഒരിക്കൽ തന്ന് ഒരിക്കലും ദൈവം തിരിച്ചെടുക്കത്തില്ല. നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നമുക്ക് തന്ന കൃപാവരങ്ങൾ നമ്മുടെ അത്, പക്ഷെ നമ്മുടെ എന്താ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷി എന്ന സാധനം കുറ്റം വിധിച്ച് നമ്മൾ പാവത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോയി കഴിയുമ്പോൾ കുറ്റം വിധിച്ച് നമ്മൾ അതിനകത്തേക്ക് ആയിപ്പോകുന്നതാണ്. അവിടെയാണ് നമ്മൾ യേശുക്കത്തെ രക്തം നമുക്ക് വേണ്ടി സദാ വാദിച്ചുകൊണ്ടിരിക്കുക. ഗുണകരമായി സംസാര രക്തം ആരുടെ രക്തത്തെക്കാൾ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ പുണ്യാഹ രക്തം, അതിന്റെ അടുക്കലേക്ക് നമ്മൾ ഓടിച്ചെന്നാൽ മതി. എവിടെയാത്? കൃപാസനത്തിങ്കലേക്ക്. ഹാലേലിയ. തത്സമയത്തുള്ള കൃപ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോ വേണേലും അവിടേക്ക് കടന്നു ചെല്ലാം. എങ്ങനെ കടന്നു ചെല്ലാം? യേശു കർത്ത രക്തത്താൽ കടന്നു ചെല്ലാം.
ഹല്ലേലൂയ. ഇത് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരത്തില്ല. ഹല്ലേലൂയ. ഒരു ചെറിയ തെറ്റ് ചെയ്ത പ്രാർത്ഥന കുറഞ്ഞ് വചനധ്യാനം കുറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അല്ല, നീ ഒരു കുറ്റം ചെയ്ത, അല്ല നിനക്കത് തെറ്റാന്ന് മനസ്സിലായി, നീ എന്തിനാ പിന്നോട്ടല്ല മുന്നോട്ട് ഓടണം. എങ്ങോട്ടെന്ന് വെച്ചാൽ ആ കൃപാസനത്തിലേക്ക് ഓടണം. ഹല്ലേലൂയ. അവിടെ ചെന്ന് നമുക്ക് തൽസമയത്തേക്കുള്ള കൃപ പ്രാപിക്കാം. ഇന്നെനിക്കിപ്പോ ഒരു കൃപ വേണം. ഇപ്പൊ എനിക്കൊരു എന്റെ മുന്നിൽ പ്രലോഭനം വന്നാൽ ജയിക്കാൻ എനിക്ക് കൃപ വേണം. കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. ഇന്നത്തെ ദിവസം എനിക്ക് ജീവിക്കാൻ കൃപ മേടിക്കാം. അപ്പൊ നമ്മുടെ മേലുള്ള അഭിഷേകം, നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന, നമ്മുടെ മേൽ വന്നിരിക്കുന്ന അഭിഷേകം എലിയാവിൽ ഏലീശായെന്നോ ഒന്നുമല്ല. നമ്മുടെ മേൽ അഭിഷേകം പറഞ്ഞ സാക്ഷാൽ സർവശക്തനായ ദൈവം ഹാലലിയ, അവൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മളെ അഭിഷേകം ചെയ്ത് ഹാലലിയ ശക്തീകരിച്ച് ഹാലലിയ. യേശുക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്ന അതേ അഭിഷേകം തന്നെയാണ് നമ്മുടെ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാ. പോകുമ്പോ കാര്യസ്ഥം വരും. ആരാ? വന്നു കഴിഞ്ഞ് നിങ്ങൾ ഞാൻ ചെയ്ത അധികം ചെയ്യും. നിങ്ങൾ കർത്താവ് ചെയ്താലും അധികം ചെയ്യും. ഹാലലിയ. ആ അധികം ചെയ്യാനായിട്ട് നമ്മളെ ആക്കി വെച്ചേക്കുക. നമ്മളിന്ന് എന്തൊക്കെയോ കർത്താവിന് പ്രാപിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക. കർത്താവ് ഞാൻ പറയത്തില്ലേ, കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും, ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടതും ഹാലലിയ ആത്മീയ തിരക്കുള്ളതും എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഹാലലിയ. ഇനി ഒന്നും എൻ്റെ അടുത്ത് തരാനില്ല. നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പരിജ്ഞാനമില്ലാതെ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം പ്രാപിച്ചാൽ മാത്രം മതി. ഹാലലൂയ. അത് ഞങ്ങള് അവിടെ ആയിരിക്കുമ്പം ഇവിടെ തൊട്ടൊരു ചർച്ച ഉണ്ട്, സജീവ് കുര്യൻ അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ പ്രവാചകന പുള്ളി. കുറെ ആരെയും കണ്ട പുള്ളി നിന്ന് പ്രവചിക്കത്തില്ല, പക്ഷെ എന്നോട് നിന്ന് പ്രവചിച്ചു. ഹാലലിയ. ഇരിപ്പാൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഹാലലിയ. ആമേൻ. ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രി ഞാൻ പറഞ്ഞ അത് എനിക്കറിയാം. കാരണം എന്നെ ദൈവം ദർശനത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ആരോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീൽ ചെയ്യുന്ന ആൾക്കാരെ. അപ്പൊ അതുപോലെ അത്താമന്റെ ഹീലിംഗ് മിനിസ്ട്രി തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഹാലലിയ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാലലിയ ഡോക്ടർമാര് പോസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞവർ പോലും ഹാലലിയ സുഖം പ്രാപിക്കുന്നുണ്ട്. നമുക്കറിയാം അത് നമ്മുടെ മേൽ കിടക്കും ദൈവം പകർന്നവരാ. പക്ഷെ ഇത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പറയട്ടെ, നമുക്ക് സമയമായില്ല. പക്ഷെ അല്ല, സമയമാകാഞ്ഞിട്ടല്ല, നമ്മളെ ഇറങ്ങാത്തോണ്ട. ഇന്ന് ദൈവം പറഞ്ഞ് സമയമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അതുപോലെ ഇന്നലെ രാജശൈലപ്പാറ പാസ്റ്റർ കണക്കിന് പുള്ളി ജസ്റ്റ് സംസാരിച്ചതാ. അപ്പോഴും പുള്ളി ഇങ്ങനെ എന്നോടൊരു പ്രവചനം പറഞ്ഞു. ഓരോരുത്തരും നമ്മൾ കാണുന്ന ഒരു നമ്മൾ നോക്കി പ്രവചിക്കുമ്പോൾ നമുക്കിത് അറിയാം. എന്താ വെച്ചാൽ എനിക്ക് എന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കേട്ട എനിക്കറിയാം സത്യം കൊണ്ടല്ല. കാരണം എന്നെ ദൈവം ഞാൻ എന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്നല്ല ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിട്ട്. പക്ഷെ നമ്മളിപ്പോ എവിടെയായിരിക്കും അറിയാം, നമ്മൾ കയറി ഏലിയ പോയിട്ട് മതി കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. കാരണം പലപ്പോഴും പറഞ്ഞിട്ട് കർത്താവ് മതി കർത്താവേ കാണും. പക്ഷെ ദൈവം നമ്മളെ ഏൽപ്പിച്ച വേല പൂർത്തിയാക്കാതെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. വേല പൂർത്തിയാക്കി കഴിഞ്ഞ സെക്കൻഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലിയും പൂർത്തിയാകാൻ തുടങ്ങുന്ന ദിവസം എന്നെ ഒരു ദിവസം പോലും എക്സ്ട്രാ വേണം, അന്നേരം തന്നെ ഞാൻ കൊണ്ടുപോയേക്കണേ. പക്ഷെ അത് പൂർത്തിയാക്കാതെ ഇവിടുന്ന് വരാൻ ഇടയാകരുത്. അനേകര് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മേൽ കിടക്കുന്ന അഭിഷേകം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന അപ്പച്ചൻ പാസ്റ്റർ ഉൾപ്പെടെ സകല മനുഷ്യരും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ പോയി സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിൽ പോയി പുറത്തു വന്ന ആൾക്കാരാണ്. സകല മനുഷ്യർ നമ്മളിപ്പോ കാണുന്ന ടീച്ചർ തോമസ് ആകട്ടെ, അനിലൂരാകട്ടെ, ഇവിടെ കാണുന്ന പല നമ്മൾ പഴയ കുറെ വീഡിയോ കാണുമ്പോഴ അന്നത്തേക്ക് ഇവരല്ലേ നമുക്ക് ജോൺ താരൂരാകട്ടെ ഇവിടെ നിൽക്കുന്ന സാമക്കുമ്പൂരൊക്കെ നല്ലവണ്ണം സാക്ഷ്യം പറയും. ഭയങ്കരമായിട്ട് ഒന്നും ശുശ്രൂഷ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെ പുറത്തൊന്നും അറിയുന്നത് ആരോ പറഞ്ഞു ഇവിടെ പോകാൻ വേണ്ട. അന്ന് 5000 രൂപ ഫീസ്, ഒരു മാസത്തെ 3 മാസത്തെ കണ്ട് സ്കൂളിന് 5000 രൂപ അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് വെറുതെ അല്ലെന്ന് മനസ്സിലായി. അവിടെ ശുശ്രൂഷ അവിടെ പോയി അവിടുന്ന് എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം പഠിച്ച് അവിടുന്ന് ഇപ്പൊ 27 രാജ്യങ്ങളിൽ പോയിരുന്നു. അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു കുറെ പലരും. അപ്പം അത് സാക്ഷ്യം പറയാൻ വേണ്ടി സമയം കൊടുക്കുന്നതല്ല, അവിടെ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും മൈക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു അങ്ങനെ കാരണം ഒരു ശുശ്രൂഷകരെ പുറത്തെടുക്കാനുള്ള അഭിഷേകം അദ്ദേഹത്തിന്റെ മേൽ കിടക്കുന്നല്ലാതെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീട് പോലും വെച്ചിട്ടില്ല.
ചർച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രസ്റ്റ്, അതിനകത്ത് അല്ലല്ല 2 റൂം അങ്ങോട്ട് ഒരു എടുത്തിട്ട് അതിനുള്ളിൽ അവർ ഇപ്പോഴും താമസിക്കുന്ന, അവിടെ കൊടുക്കുന്ന ഫുഡ് തന്നെ കഴിക്കുന്ന ആളില്ല, അവരുടെ കൂടെ തന്നെ ജീവിക്കുന്ന ആള് അനേകരെ പുറത്ത് കാണും. പറയുന്ന ഇപ്പം ഈ അവിടെ ചില സ്കൂളോ പോലീസ് പറ്റി ചെല്ലുന്ന മിക്ക ചെറുപ്പക്കാരെല്ലാം അദ്ദേഹത്തിന് മയക്കുന്ന അടിമകളാണ്. അവിടെ ചെന്ന് ഹാലേലിയ അവരുമായി സംസാരിച്ച് അവരെ ചേർത്ത് നിർത്തി അവരെല്ലാം പുറത്തു വരുന്ന ശക്തന്മാരെ ശുശ്രൂഷകരായിട്ട് ദൂരം ആൾക്കാർ നോർത്തിന്റെ എല്ലാ സ്ഥലത്തും അവിടെ വരുന്നത് ശക്തരായ ശുശ്രൂഷകർ അനേകരെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഒരുപാട് പേരെ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ചെല്ലുന്നത് അഡിക്റ്റഡ് ആയിട്ടുള്ള പിള്ളേരാ. അപ്പൊ ആൾക്കാർ 3 മാസം അവിടെ കൊണ്ടാക്കിയ 3 മാസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 3 മാസം ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ എങ്ങനെ ഒരു സമയത്ത് കൊടുക്കുക, ഫോൺ പോലും കൊടുക്കില്ല. അവിടെ ആയിരിക്കുമ്പോൾ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെട്ട് പോട്ടെ. പക്ഷെ അവിടെ ആയിരിക്കുന്ന സമയത്ത് എന്താ പറയുക, അവരൊക്കെ വളരെ ശക്തരായ ശുശ്രൂഷകരായിട്ട് പുറത്തേക്ക് വരും. അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ രാജ്യങ്ങളെ കുറിച്ച് പ്രവചിക്കുന്നതും അവിടെ. അപ്പൊ ഇത് ആണ് അവരുടെ മേൽ കിടക്കുന്ന നോയില് ഞാൻ പറഞ്ഞതാ അല്ലെ. അപ്പൊ അനേകരെ പുറത്തെടുക്കുക. ഓരോരുത്തരുടെ മേലും ദൈവം എന്തിനു വിളിച്ചിരിക്കുന്നു, നമ്മൾ എന്താ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മളോട് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്. 14-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ദൈവം സംസാരിച്ച് വിളിച്ച് വേർതിരിച്ച് പുറത്തിറക്കിയതാണ്. ഇരമ്യാ പറഞ്ഞിടങ്ങിയ ബാലനല്ലോ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. ഇപ്പൊ ഇന്ന് അദ്ദേഹം നീണ്ട ശുശ്രൂഷയിലായിട്ട് 55 വർഷം ആകുന്നു പറയാം. 55 വർഷം ശുശ്രൂഷ നിൽക്കുന്നു അപ്പൊ 70 വയസ്സാണ്. അപ്പൊ ഇത്രത്തോളം നാളുകൊണ്ട് അനേകരെ പുറത്തെടുത്ത് അതാണ് അദ്ദേഹത്തിന്റെ കോളിംഗ്. നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും എപ്പോഴാ ദൈവം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് നമ്മളെ കുറിച്ച് ദൈവം കണ്ടിട്ടുണ്ട്. നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് ആ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹമുള്ളവര് ദൈവത്തോട് പറയണം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കണക്ക് പലരും പറഞ്ഞ കണക്ക് അകത്ത് കയറിയിരിക്കുന്നൊരു ഇതിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് പുറത്ത് വരണം. സാഹചര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ ഇതാക്കും. ചിലപ്പോ നമുക്ക് പല അപ്പൊ പക്ഷെ കർത്താവ് വിളിച്ചെങ്കിൽ കർത്താവിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. മാതാപിതാക്കന്മാരെക്കാൾ കുടുംബത്തെക്കാൾ മക്കളെക്കാൾ എല്ലാവരെക്കാട്ടി ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിനാണെങ്കിൽ കർത്താവ് ഒരു വേല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ മുമ്പിലേക്ക് വരണം നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ നമ്മള് ഞാൻ ഒരുപാട് വചനങ്ങൾ ഒരുപാട് അപ്പൊ ഇത് ബാക്കിയുള്ള വചനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. പക്ഷെ ഈ റെവലേഷൻ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞ റെവലേഷൻ എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തു. കാരണം ഏലിയാവിനേക്കാൾ, മോശയേക്കാൾ, ഏലീശയേക്കാൾ, യോസഫിനേക്കാൾ, ദാനിയേലിനേക്കാൾ പഴയ കാലത്തെ പഴയ നിയമപ്രകാരം ഈ അപ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപകൻ യോഹന്നാനേക്കാൾ വലിയവർ ആരെന്ന് വെച്ചാൽ നമ്മളാണ്. അവരിലൊക്കെ ഉണ്ടായിരുന്ന ആ സോഴ്സ്, ആത്മാവ്, അവർ അഭിഷേകം, ഇതെല്ലാം സകല സമ്പൂർണതയും കർത്താവ് യേശുക്രിസ്തുവിൽ ഉള്ളെങ്കിൽ ആ സമ്പൂർണനായ കർത്താവിലിരിക്കുന്ന ആ സമ്പൂർണത ആ മഹത്വം നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുകയാണ്. ശിംശോനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോ എന്തായാലും ശിംശോന്റെ മേലുള്ള ആത്മാവിനെ കാട്ടി അത് കൊടുത്ത അതിനെക്കാട്ടിയുള്ള അഭിഷിക്തനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ മേലുള്ള നമ്മുടെ മേൽപ്പാര്. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഭയങ്കര ഏലിയാവിന്റെ ഫാൻ ക്ലബാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ നമ്മുടെ അവിടുത്തെ സ്കൂൾ പ്രയർ ഒരുപാട് ആൾക്കാർ താമസിക്കും. അപ്പൊ അവരോടൊക്കെ ഞാൻ ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വം ഏതാണ് ബൈബിളിൽ. ചിലർക്ക് ഏലിയാവിനെ ഇഷ്ടം, ചിലർക്ക് മോശയെ ഇഷ്ടം, ചിലർക്ക് ഏലീശയെ ഇഷ്ടം, ചിലർക്ക് പത്രോസിനെ ഇഷ്ടം, ചിലർക്ക് പൗലോസിനെ ഇഷ്ടം. പക്ഷെ ഈ വെളിപ്പാട് തിരിച്ചറിഞ്ഞ മനുഷ്യനെന്ന് പൗലോസ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഞാൻ ആരെ വിശ്വസിച്ച് അവനെന്റെ ഉപനിധി അന്ത്യത്തോളം വിശ്വസ്ത എന്ന് പറയുമ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്താ നമുക്ക് കിട്ടിയിരുന്ന ട്രഷർ എന്താന്ന് ചോദിച്ചു. നിധി എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തു എന്ന നിധി നമുക്ക് ലഭിച്ച എവിടെയാണ്? നമ്മളിരിക്കും വന്നിട്ട് ഈ അഖിലാണ്ടത്തിന് ഉടയവനായ ഒരു വാക്കിനെ സകലവും സൃഷ്ടിച്ച ദൈവം നമ്മളിരിക്കുക. നമ്മുടെ പ്രശ്നം എന്താട്ടെ മനസ്സിലാക്കുന്നില്ല, നമുക്ക് തന്നെ അധികാരത്തെ തിരിച്ചറിയുന്നില്ല, അപ്പോൾ വായ തുറക്കുന്നില്ല, പറയുന്നില്ല. പിശാച് വന്നു കയറി ജീവിതത്തെയൊക്കെ നാശമോശമാക്കുമ്പോൾ
അവനെ കാൽ കീഴിൽ ചവിട്ടാൻ അധികാരം തന്നിരിക്കും ദൈവം. അപ്പോഴും നമ്മള് ഞാൻ സൈഡിൽ കൂടെ പോയിക്കോണം, നീ അവനെ അവിടെ നിന്ന് ഞാൻ ഇപ്പുറത്ത് നിന്നോളാം ഉപദ്രവിക്കുന്നത് നമ്മള് സൈഡ് ഒതുങ്ങി മാറി നിന്ന് അടിപ്പോക അല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറി അതിനെ പുറത്താക്കാൻ അധികാരം നമുക്ക് തന്നേക്കുക. ഒരു ഭാഷയും വിളിക്കണ്ട നമ്മള്. അവരുടെ മേലുള്ള ആത്മാവ് നമ്മുടെ മേലുള്ള ആത്മാവ് ഒന്ന് തന്നെയാ. അല്ലെ ദൈവം പെന്തക്കോസ്ത് നാളിൽ മാലിന്മുറി കൂട്ടിയിരുന്ന എല്ലാവർക്കും ഒരുപോലെ ആത്മാവല്ലേ. അതെ, എന്നാ ഒരു പത്രോസിനെ കുറിച്ച് ഇവരെ കുറിച്ചൊക്കെ എഴുതിയിട്ട് ബാക്കിയുള്ളവർ ചെന്ന് എഴുതാൻ ഞാൻ നിൽക്കട്ടെ. നമ്മളെ പോലുള്ളവരായിരിക്കും ചിലപ്പോൾ. ഹല്ലേലൂയ. നമ്മളെ പോലുള്ളവരായിരിക്കും അവര്. ഹല്ലേലൂയ. കാരണം നമ്മുടെ മേലെ ആത്മാവ് വന്നു, ആ ആത്മാവ് തന്നെ നമ്മുടെ മേലും വന്നു. അല്ലെ, എന്നിട്ടും നമുക്കിന്ന് പലപ്പോഴും ഈ സ്ഥിതി മാറണം. ഈ സ്ഥിതി മാറണം. ഹല്ലേലൂയ. നമ്മൾ പല പഴയകാല പ്രവാചകന്മാരെ കുറിച്ചൊക്കെ വായിച്ച് ആവേശം കൊള്ളാനല്ല, അല്ല ഇത് വായിച്ചിട്ട് ഹല്ലേലൂയ രസിക്കാനുള്ളതല്ല, ആവേശം കൊള്ളാനുള്ളതല്ല, ഇത് ചെയ്യാനുള്ളതാ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വായിക്കുവാനും പഠിക്കുവാനും മാത്രമുള്ളതല്ല, ഇത് ഡിമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടാനുള്ളതാണ്. ആരേത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടെന്ന്? നമ്മളെ ഡെമോൺസ്ട്രേറ്റ്, നമ്മളിലൂടെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അനേകര് ഹാലേലിയ അന്ത്യകാല ഉണർവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അന്ത്യകാല ഉണർവെന്ന് വെച്ചാ ഹാലേലിയ ഹോളുകൾക്കുള്ളിൽ ഇരുന്ന് ഹാലേലിയ എവിടെങ്കിലും ഇരുന്നിട്ട് വചനം പറഞ്ഞ് സുവിശേഷം പറഞ്ഞ ആൾക്കാരെ ഹാലേലിയ തിരിക്കുന്നതല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഹാലേലിയ നമ്മൾ തെരുവോളങ്ങളിൽ പോലും കാണുമെന്നും ഹാലേലിയ അത് കണ്ടിട്ട് അനേക ദൈവസന്നിധിയിലേക്ക് ഓടിയാണ് ഹാലേ അപ്പോസ്തല പ്രവൃത്തി വീണ്ടും ആരംഭിക്കുമെന്ന് ഹാലേ ദൈവം എന്നോട് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇന്ന് ഹാലയിൽ സകലരും വായനയെ കേൾക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി കാണുന്നത് പോലെ തന്നെ അത് ജനങ്ങൾ വന്ന് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന രീതിയിൽ അവൻ സംഭവിക്കാൻ പോകുന്ന അന്ത്യകാല ഉണർവ്. ഇതിന് ആരാ ചുക്കം? ദൈവം നേരിട്ട് ഹാലേലിയ അതിനു വേണ്ടിയിട്ട് പലരെയും ഒരുക്കി പുറത്തിറക്കി എടുക്കുന്ന അന്ത്യകാല ഉണർവ് നടക്കാൻ പോകുന്നു. ഇത് ഞാനിതിങ്ങനെ നേരത്തെ പോലെ ദൈവം പറഞ്ഞ കാര്യം വിളിച്ചു പറയുമ്പോൾ ആൾക്കാർക്ക്, പക്ഷെ ഇന്ന് അതുപോലെ അനേകരെ പുറത്തെടുത്ത അഭിഷേകത്തിന്റെ ഒക്കെ വായി നമ്മളത് കേൾക്കുമ്പോൾ ഹാലയില്ല കർത്താവ് ഇത് തന്നെയല്ലേ നീ എന്നോട് പറഞ്ഞു നമുക്ക് തോന്നും. അപ്പൊ അതുപോലെ അന്ത്യകാല ഉണർവിന് ഭാഗമാകണം എന്നുള്ളവരെല്ലാം ഇന്ന് എന്താണ് ആത്മാവിലൊന്ന് ഉണർന്നാൽ മതി. താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഹാലലിയ മറ്റുള്ളവരെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഓരോ അഭിഷിക്തർ ചെയ്തതിനെ കുറിച്ച് വായിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും അതിനെക്കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. ഹാലലിയ നമ്മളെ കൊണ്ട് ദൈവം പറഞ്ഞ ശുശ്രൂഷയില്ല. അപ്പൊ നമ്മൾ ഇനി വീണ്ടും അഭിഷേകം പ്രാപിക്കാനോ എന്തെങ്കിലും കൃപാവരങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. എപ്പോഴാണ് നമ്മൾ ഒരു രോഗിയെ സൗഖ്യമാക്കുന്നത്? രോഗിയെ കാണുമ്പോൾ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോട് ഈ രോഗശക്തി വിട്ടുമാറട്ടെ എന്ന് പറയുമ്പോൾ അവരൊന്ന് വിട്ടുമാറി. എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാ അത് പ്രാക്ടിക്കൽ ആകുന്നത്? നമ്മൾ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ രക്ഷ എങ്ങനെയാ വന്നത്. ഹൃദയത്തെ വിശ്വസിച്ച് പകരം കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ വന്നെങ്കിൽ നമ്മൾ ചെയ്ത ശുശ്രൂഷകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ വിശ്വസിച്ചിട്ട് അത് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അതിന് പലകൾ. അപ്പൊ നമ്മളിവിടെ പലപ്പോഴും എന്റെ മേലെ രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷയൊന്നും ഇല്ലല്ലോ, വരവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ രോഗി കുറച്ച് സൗഖ്യമാകുമോ എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് സൗഖ്യമാകാത്തത്. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് യേശു കർത്താവിന്റെ ആത്മാവാണെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുന്ന പറഞ്ഞ കർത്താവാണെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരുന്ന ആത്മാവിനുള്ള ശക്തിയാണ് നമുക്ക് തന്നെ പവറാണ് എന്താണ് സകലത്തിനെയും ചവിട്ടുവാൻ. രോഗിയെ കണ്ട രോഗി സൗഖ്യമാകട്ടെ നമ്മൾ പറഞ്ഞ സൗഖ്യമാകും. നമ്മൾ പോണ്ട, നമ്മുടെ ഒരു വാക്ക് ഫോണിൽ കൊണ്ടൊന്ന് പോയാൽ മതി. നമ്മുടെ ഒരു വാക്ക് ഒന്ന് പുറപ്പെട്ടാൽ മതി. ഇപ്പോഴും ഓർക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അവിടെ ബാലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്നുള്ള പാസ്റ്റായിരുന്നു. അതെന്നെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് അറിയാമായിരുന്നു. ഹോസ്പിറ്റലിൽ ഡെലിവറിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നൊന്നുമില്ല. പക്ഷേ
ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം ഞങ്ങൾ അജമാനിലെ താമസിച്ച സമയത്ത് ഹാലില് ഉറക്കത്തിൽ എഴുന്നേറ്റ വഴി ഞാൻ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഹാലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഹാലയില് ആമെ പ്രാർത്ഥിച്ച് വോയിസ് മെസ്സേജ് അവർക്ക് അയച്ചു. അല്ലെ, എന്താണ് സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയാം. ഹാലയില് ആമെ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡേ എനിക്ക് തിരിച്ച് മെസ്സേജ് വന്നു. ഹാലയില് ആമെ അവർക്ക് ബി പി കൂടിയിട്ട് ഹാലയില് അവർക്ക് സിസേറിയന് കയറ്റാൻ പറ്റാതെ ഹാലെ ഡോക്ടർമാരൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സമയം പെട്ടെന്ന് പിന്നെ ബി പി കുറഞ്ഞു. അവര് ഹോസ്പിറ്റൽ സിസേറിയൻ കഴിഞ്ഞു. ആമെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഹാലേലിയ, അമ്മയെ കുഞ്ഞ് സുഖമായിരിക്കുന്നു. പക്ഷേങ്കിൽ ഹാല ഈ ബി പി കുറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ ആമെ ഞങ്ങൾ അന്നേരം സിസ്റ്റർ മെസ്സേജ് കേട്ടില്ല. പക്ഷേ ആമെ അത് ഞങ്ങൾ പിന്നീട് നോക്കിയപ്പോൾ പ്രാർത്ഥിച്ച മെസ്സേജ് അയച്ചത് ശേഷമാണ് ബി പി നോർമൽ ആയതെന്ന് ഹാലേലിയ പറയട്ടെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചത് അവര് കേട്ടില്ല. ഹാലയില് അവര് അറിഞ്ഞില്ല. ഹാല പക്ഷേ നമ്മുടെ വായ തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹാല ദൈവത്തിന്റെ പ്രവൃത്തി ഹാലയില് ആമി പലരിലും വെളിപ്പെടുന്നു. ഇന്ന് ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഹാലയിലിയ ആമി ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ല. ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹാല ചിലപ്പോ ഈ പ്രാർത്ഥിക്കുന്നവർ ചിലപ്പോ കേൾക്കുന്നില്ല. പ്രാർത്ഥന കേൾക്കേണ്ട കേൾക്കുന്നത്, പക്ഷേ വായിന്ന് പുറപ്പെട്ട് കഴിയുമ്പം അത് പ്രവർത്തിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഹാല ഉദ്ദേശ ഫലം എന്റെ അടുക്കൽ മടങ്ങി വരില്ല. നമ്മൾ വിശ്വാസത്തോടെ ഹാല ഏതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ പറയണ നമ്മൾ ഇവിടുന്ന് പറയുന്ന ഒരു വാക്ക് ഹാലയില് അത് ഉദ്ദേശ ഫലം ചെയ്ത് എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. അല്ലെ, ഈ ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. അല്ലെ, ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അല്ലെ, നമ്മൾ വിഷയങ്ങൾ കാണുമ്പോൾ അയ്യോ ഞാൻ പ്രാർത്ഥന അതൊക്കെ പോവോ, ഈ മലയല്ലേ അത് പോവോ, ഈ കുഞ്ഞിതായ കല്ലാന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റ എന്നല്ല. അല്ലെ, നീ പ്രാർത്ഥിച്ചാൽ മലയും മാറും. അല്ലെ, പ്രാർത്ഥിക്കുമെന്നറിയാം. നീ ആ ഉറപ്പോട് കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആരെയും കേൾക്കണ്ട. ഹാലെ ലൂയ, പ്രവചിക്കാനായിട്ട് തോന്നുന്നു. ഹാലെ, ഒരാളെ കാണുമ്പോ ഹാലെ ദൈവത്തെ ഉള്ളിൽ പ്രേരണ നീ പ്രവചിക്കണം. ആമേൻ, സ്തോത്രം. ഹാലെ ആമേ മറ്റൊരിടത്ത് ഹാലയില്ലേ ഒരാളുടെ മേലെ ഹാലെ ഒരു ദുരാത്മാവ് നമ്മളെ കാണുമ്പോൾ ഇളകുന്നെങ്കിൽ ഹാലെ അതിന് മേൽ നിനക്ക് അതോറിറ്റി ദൈവം തന്നിട്ട് അയ്യോ എന്നാ വലിയ മറ്റേ ദൈവ പാസ്റ്ററുകൾക്ക് എന്നാലേ ഇത് പുറത്തു പോകത്തു. നോ, അതേ അധികാരം തന്നെ നിനക്ക് തന്നിട്ടുണ്ട്. ഹാലെ അവര് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നു, നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് രണ്ടും വ്യത്യാസം. ഈ ദിവസം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണം. ഹാലേലിയ, നമ്മൾ ആരാണെന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. ഹാലെ, നമ്മൾ ആരും ചെറിയവരല്ല, നമ്മൾ ആരും കുറഞ്ഞവരല്ല. ഹാലെ, കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ പകർന്നിട്ടുണ്ടെങ്കിൽ ഹാലേലിയ നമ്മളൊക്കെ അതിശക്തന്മാർ തന്നെയാണ്. ഈ ബോധ്യം നമുക്കുണ്ടാണ്. അപ്പൊ നമുക്ക് ഹാലെ ഈ ബോധ്യം ഉണ്ടാകും. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹാലെ എന്താ പിശാചിന് നിങ്ങൾ ഇടം നിങ്ങൾ വരരുത്. അല്ലെ, പ്രൈഡ് നിങ്ങൾ വരരുത്. അസൂയ ജലസ നിങ്ങൾ വരരുത്. ഹാലൂയ, മറ്റുള്ള ലോകത്തിന്റെ മോഹങ്ങൾ ഒന്നും എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സ് ധരിക്കണ്ടെന്നോ നല്ല ഭക്ഷണം കഴിക്കണ്ടെന്നോ നന്നായിട്ട് നടക്കണ്ടെന്നോ ഒന്നും അറിയാൻ പറയാം. പക്ഷെ ഇതൊന്നും വിഗ്രഹമായി നമ്മുടെ ഉള്ളിലേക്ക് വരും. ചില ദൈവദാസന്മാരുണ്ട് ഹാലൂയ പൈസ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ലാത്തവർ. പണ്ട് ഇവിടുത്തെ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധു ഉപദേശത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കാശ് കൈകൊണ്ട് തൊടത്തില്ല. അദ്ദേഹം അന്ന് ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞപ്പോ അദ്ദേഹം ഹാലലിയ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊന്നും അദ്ദേഹത്തിന്റെ കാശ് ഒരു ദിവസം എവിടെ ഒരു ബസ്സിൽ പോലെ കയറിയിരുന്നു. ഹാലലിയ കണ്ടക്ടർ ഒന്ന് ടിക്കറ്റ് ക്യാഷ് ചോദിച്ചു. സാധാരണ അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം അദ്ദേഹം ആരാണെന്ന് പറയാ. അദ്ദേഹത്തിന് പൈസ ഈ കണ്ടക്ടർ പുതിയ ആളാണ്. പുള്ളി പിടിച്ച് പുറത്തേക്ക് തള്ളി. പുള്ളി താഴേക്ക് പോയി ജസ്റ്റ് വീണം. അദ്ദേഹം അവിടെ കിടന്നു ഇങ്ങനെ അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ ബസ് എടുത്ത് മുൻപോട്ട് പോയി. അപ്പൊ യേശുവെന്ന് മാത്രമേ പുള്ളി വിളിച്ചുള്ളൂ. ഹാലേലിയ ബസ് മുൻപോട്ട് പോയ ബസ് പെട്ടെന്ന് അവിടെ നിന്നു. അവർ നോക്കിയിട്ട് എന്തൊക്കെ ചെന്നും ബസ് മുൻപോട്ട് പോകുന്നില്ല. അപ്പൊ ബസ് ഒരു യാത്രക്കാര് പറഞ്ഞു ആ മനുഷ്യനെ നിങ്ങൾ അദ്ദേഹം ആരും നിങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹം ദൈവത്തിന്റെ ദാസനാണ്. ഹാലൂയ, മാൻ ഓഫ് ഗോഡ് ആണ്. അദ്ദേഹത്തെ നിങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം വണ്ടി പോകാത്തത്. കണ്ടക്ടർ പോയി ഇറങ്ങിപ്പോ അദ്ദേഹം വിളിച്ചുകൊണ്ട് തിരിച്ച് സീറ്റിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ ഹാലൂയ വണ്ടി സ്റ്റാർട്ടായി, വണ്ടി ഓടാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ അപ്പൊ പത്രോസ് പറഞ്ഞെന്താ, പത്രോസ് യോഹന്നാൻ ചെയ്തപ്പോ പറഞ്ഞെന്താ, വെള്ളിയും പൊന്നിയും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ ഒന്നുണ്ട്. എന്താ അത് ഞാൻ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. ഇതുപോലെ പണം കൈകൊണ്ട് പോലും തൊടാത്ത ദൈവദാസന്മാരുണ്ടായിരുന്നു. ഹാലയിലെ അവരുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നു. ഹാലയിലെ ഇന്ന് വെള്ളിയും പൊന്നും അധികമായിട്ട് സ്നേഹിക്കാൻ വന്നു തുടങ്ങിയപ്പോ അവരുടെ കയ്യിൽ നിന്ന് പോയൊന്നുണ്ട്. എന്താ പറയുക, കർത്താവ് പുറത്തു പോയിരിക്കുക.
കൂടെയില്ല. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ പല സഭകളിലും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇതിനകത്ത് ഞാനില്ല. എന്നെ കാണി വെളി വരാൻ പറയും. ആ അവസ്ഥയിൽ അതെ ആ അവസ്ഥയിലേക്ക് പോകരുത്. പോകാതെ ഞാൻ പറയും, നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി. നമ്മളൊരു അത്ഭുതമാണ് അല്ലേ? നമ്മൾ മിറക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആക്ച്വലി മിറക്കിൾ ആരാ? നമ്മളാ മിറക്കിൾ. അല്ലെ? എന്റെ അഖിലാണ്ടത്തെ ഉടയവൻ അവിടെയാ വന്നിരിക്കുന്ന. ഈ സകലവും സൃഷ്ടിച്ച ഒരു വാക്കിനെ സകലം ഉളവാക്കി ദൈവം എവിടെ ഇരിക്കുക? നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പറയുന്നത്. നമ്മൾ അത്ഭുതമല്ലേ? അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് തിരിച്ചറിയാൻ നമ്മളെ കുറിച്ച് നമ്മൾ ആരാണ് തിരിച്ചറിഞ്ഞ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുക. ആമേ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷേല് ആമേൻ ഞാൻ നിങ്ങളോട് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ ഒരു സാധാരണ വിശ്വാസി പോലും ഹാലേലിയ അവനേക്കാൾ വലിയവനാ. അപ്പൊ യോഹന്നാൻ സ്ത്രീകളുടെ അപ്പൊ സകല അനുമുമ്പ് സ്ത്രീകളിൽ ജനിച്ച സകല ആൾക്കാരെക്കാട്ടും വലിയ യോഹന്നാനെ കാട്ടി വലിയ നമ്മളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണെന്ന് എന്താണെന്ന് എന്തിനു ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു നമ്മൾ തിരിച്ചറിഞ്ഞ് ഹാലലിയ ഈ ദിവസങ്ങളിൽ ഒന്ന് ഉണർന്നാൽ മതി. ഹാലയ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹാലയ ദൈവം നമ്മളെ എല്ലാം ശക്തമായിട്ട് ഉപയോഗിക്കാൻ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടി വിളിച്ചു എന്ന് ആ കോളിങ് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമുക്ക് കയറാം. അതിലൂടെ ദൈവത്തിന് ഏൽപ്പിച്ച പേര് പൂർത്തിയാക്കി നല്ലൊരു വിശ്വസ്തരമായ ദാസിമാരും വിളി കേൾക്കാനായിട്ട് നമുക്ക് ഏൽപ്പിച്ച വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.